മക്കളെ, എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുദ്സേ പ്യാർ എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ബോക്സിലൊക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ ചെയ്യാനുള്ള, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കവിതയുടെ ആശയം എഴുതാനുണ്ട്. ലാസ്റ്റ് കവിതയുടെ ആശയം ഇതും നമ്മൾ നോക്കുന്നുണ്ട്. ഫുള്ള് വർക്ക് നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിലെ നമ്മുടെ കവിതയിലെ എല്ലാ മീനിങ്ങും കൂടെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വർക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ നമ്മളിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. വഹ് ദേ സഗേ ആഗ് യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വഹ് ദേ സഗേ ആഗ്, അത് നമുക്ക് അഗ്നി തരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അഗ്നി എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്നി എന്നത് കൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? ധൂപ്, വെയിൽ അല്ലേ, വെയിൽ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്, ധൂപ്. ഇനി അടുത്തത് നോക്കാം. ദരക്ത് സേ ആപ്നെ ക്യാ സമജ, ദരക്ത് എന്നതിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? പാഠത്തിൽ ദരക്ത് എന്നെന്താണ് പറയുന്നത്? പേടാണ് അല്ലേ, പേടിനെയാണ് ദരക്ത് എന്ന് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. കവിതയിൽ ദരക്ത് എന്ന് പറഞ്ഞത് പേടിനെയാണ്. ദരക്ത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? പേട്, മരം. ഇനി അടുത്തത് നോക്കാം. ഗുദ്സേ പ്യാർ കർണ, ഗുദ്സേ പ്യാർ കർണ സേ ക്യാ അർത്ഥ നികൽത്തായ, ഗുദ്സേ പ്യാർ കർണ എന്നതിൽ നിന്നും എന്തർത്ഥമാണ് വരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പനെ ആപ്പ് സേ പ്യാർ കർണ, സ്വയം സ്നേഹിക്കുക. ഗുദ്സേ പ്യാർ കർണ പറഞ്ഞാല് സ്വയം സ്നേഹിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോഡെ ആർ വാക്യ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂരജ് ദുനിയാക്കോ, ഇങ്ങനെ ചേർത്ത് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. സൂരജ് ദുനിയാക്കോ എന്താ നൽകുന്നത്? സൂര്യൻ ദുനിയാവിന് വേണ്ടിയിട്ട്, സൂര്യൻ ലോകത്തിന് വേണ്ടി എന്ത് നൽകുന്നു പറഞ്ഞത്? പാനിയാണോ, വെള്ളം നൽകുന്നാണോ പറഞ്ഞത്? ഊർജ ആണോ, ഫൂലാണോ, പൂവാണോ? പൂവ് നൽകും, സൂര്യൻ പൂവ് നൽകുന്നാണോ പറഞ്ഞത്? സൂര്യൻ വെള്ളം നൽകുന്നാണോ പറഞ്ഞത്? സൂര്യൻ ഊർജ അല്ലേ, ഊർജ നൽകും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എഴുതാം. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ, മനസ്സിലായോ? പിന്നെ പേട് അതുപോലെ തന്നെ, പേട് ഇതുപോലെ ദുനിയാക്കോ എന്നെടുക്കുക, പേട് ദുനിയാക്കോ. പിന്നെ അടുത്തത് പേട് എന്താ നൽകുന്നത്? ഫൂലാണ് അല്ലേ, ഫൂൽ എന്നെഴുതുക, ദേത്താ ഹേ എന്നെഴുതുക. ഓക്കെ, ആദ്യം തന്നെ എന്താണ്? സൂരജ് ആണ് നമ്മൾ നോക്കിയത്. സൂരജ്, അത് കഴിഞ്ഞിട്ട് പേട് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പേട് ദുനിയാക്കോ ഫൂൽ തേത്താഹെ. അടുത്തത് ബാദലാണ്. നോക്കാം, ബാദൽ എന്നെടുക്കുക, ദുനിയാക്കോ എന്നെടുക്കുക. ബാദൽ ദുനിയാക്കോ എന്താണ് നൽകുന്നത്? ബാദല് പാനി അല്ലേ, പാനി തേത്താഹെ. ഓക്കെ, അങ്ങനെ വരും. അപ്പൊ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. എഴുതിയത് ആൻസർ എഴുതിയത് കാണിച്ചു തരാം. सूरज दुनिया को ऊर्जा देता है, पेड़ दुनिया को फूल देता है, बादल दुनिया को पानी देता है. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ജീവൻ കാ ആധാർ ഹേ, ഇതൊക്കെ ജീവന്റെ ആധാരമാണ്, ജീവൻ അടിസ്ഥാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സൂരജ് ആണ് അല്ലേ, ഇതെന്താണ്? സൂരജ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ സൂരജ് എന്ന് എഴുതണം. ഇവിടെ താഴെ സൂരജ് എന്ന് എഴുതണം. ഇവിടെ പേട് എന്ന് എഴുതണം. ഇവിടെ ബാദൽ എന്ന് എഴുതണം. ഇവിടെ എന്താ എഴുതേണ്ടത്? സൂരജ്, ഇവിടെ പേട്, ഇവിടെ ബാദൽ എന്ന് നിങ്ങൾ എഴുതണം. എഴുതിയത് കാണിച്ചു തരാം. സൂരജ്, പേട്, ബാദൽ. ഓക്കെ, സൂരജ്, പേട്, ബാദൽ നിങ്ങൾ ഓരോ ചിത്രത്തിനും താഴെയായിട്ട് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജീവൻ കാ ആധാർ ഹേ എന്ന് കണ്ടോ? ഈ ജീവൻ കാ ആധാർ ഹേ ഇത് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കണം. സൂരജ് ജീവൻ കാ ആധാർ ഹേ, പേട് ജീവൻ കാ ആധാർ ഹേ, ബാദൽ ജീവൻ കാ ആധാർ ഹേ. മനസ്സിലായോ? എഴുതിയത് കാണിക്കാം. സൂരജ് ജീവൻ കാ ആധാർ ഹേ, പേട് ജീവൻ കാ ആധാർ ഹേ, ബാദൽ ജീവൻ കാ ആധാർ ഹേ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആശയ് പടേം ഓർ പങ്ക്തിയാം ടൂണ്ടേയും എന്നാണ് പറഞ്ഞത്. കവി ചാത്താ ഹേ.
കവി എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത്, കവി എന്താണ് നമ്മുടെ ആ വരികളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ആശയം മനസ്സിലാക്കിയിട്ട് വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ആശയമാണ് തന്നിരിക്കുന്നത്. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ആശയം വരുന്ന വരികൾ നിങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തണം. ഇത് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ. सूरज अपनी ऊर्जा से प्यार करे और संसार को ऊर्जा प्रदान करे. സൂര്യൻ തൻ്റെ ഊർജം വളരെയധികം സ്നേഹിക്കുന്നു, സൂര്യൻ തൻ്റെ ഊർജത്തിന് അതെല്ലാവർക്കും നൽകുന്നു എന്ന് പറഞ്ഞത് ഏതാണ്? ഇതാണ് അല്ലേ. സൂരജ് അപ്പനി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സഗേ ആഗ് ദുനിയാ കോ ബി. ആൻസർ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. സൂരജ് അപ്പനി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സഗേ ആഗ് ദുനിയാ കോ ബി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ആശയം തന്നിട്ട് ലൈന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. മേഘ അപ്പനെ പാനി സെ പ്യാർ കരേ और പ്രകൃതി की प्यास बुझाए. മേഘം തൻ്റെ വെള്ളത്തിനെ വളരെയധികം സ്നേഹിക്കുകയും പ്രകൃതിയുടെ ദാഹം അകറ്റുകയും ചെയ്യുന്നു എന്നർത്ഥം വരുന്ന വരികൾ ഏതാണ്? ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി ദേ സഗേ ജൽ ദുനിയാ കോ ബി. ടെക്സ്റ്റ് ബുക്കിൽ കൂടെ കാണിച്ചു തരാം അതെവിടെയാണെന്ന്. ടെക്സ്റ്റ് ബുക്കിലും കൂടെ അതെവിടെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ്. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സഗേ ജൽ ദുനിയാ കോ ബി. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. അത് വഹ് ദേ സഗേ ജൽ ദുനിയാ കോ ബി. കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യൻ എന്തൊക്കെ നൽകിയിട്ടാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നത്, അത് നിങ്ങൾ എഴുതണം. മരം എന്തൊക്കെ നൽകിയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നത് എഴുതണം. മേഘം എന്തൊക്കെ നൽകിയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നത് എന്ന് എഴുതണം. ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. സൂരജ് ഊർജ താപ് പ്രകാശ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ബോക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് എഴുതാം. ഇവിടെ ഊർജ താപ് പ്രകാശ് ഓരോന്നും താഴെയായിട്ട് എഴുതാം. മനസ്സിലായോ? ഊർജ താപ് പ്രകാശ്. ഊർജവും ചൂടും അതുപോലെ തന്നെ പ്രകാശവും നൽകുന്നു സൂര്യൻ ഇതൊക്കെ നൽകുന്നു. അടുത്തത് പേടാണ്, മരം എന്തൊക്കെ നൽകുന്നു? ലക്കടി പറഞ്ഞ തടി, വിറക് നൽകുന്നു. പൂക്കൾ നൽകുന്നു. പഴങ്ങൾ നൽകുന്നു അല്ലെ. മരം ഇതൊക്കെ നമുക്ക് തരുന്നുണ്ട്, വിറക് തരുന്നുണ്ട്, പൂക്കൾ തരുന്നുണ്ട്, പഴങ്ങളും തരുന്നുണ്ട് അല്ലേ. അതാണ് നിങ്ങൾ അടുത്ത ബോക്സിലേക്ക് എഴുതേണ്ടത്. അതിൻ്റെ അടുത്തത് ബാദലാണ്. ബാദൽ തരുന്നത് വർഷ, മഴ തരുന്നു. ഡണ്ടി, തണുപ്പ് തരുന്നു. പാനി, വെള്ളം തരുന്നു അല്ലേ. മഴയും തണുപ്പും വെള്ളവും ഒക്കെ തരുന്നത് ആരാണ്? ബാദലാണ്. അത് നമ്മൾ എവിടെ എഴുതണം? ഈ ബാദൽ എന്നതിനെ ഓരോ ബോക്സിലായിട്ട് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗുദ്സേ പ്യാർ എന്ന കവിതയുടെ ആശയമാണ്. ഗുദ്സേ പ്യാർ എന്ന കവിതയുടെ ആശയം എന്താണ്? ഗുദ്സേ പ്യാർ എന്ന കവിതയുടെ ആശയം നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? കവിത ആശയ ലിഖേം. കണ്ടില്ല ക്വസ്റ്റ്യൻ? കവിതയുടെ ആശയം എഴുതുക. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കവിതയുടെ ആശയം എഴുതിയിരിക്കുന്നത്. ഓക്കെ. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കവിതയുടെ ആശയം എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഗുദ്സേ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജിനെ ലിഖി ഹെ. ഇവിടെ ജി എന്ന ബഹുമാന സൂചകമായിട്ട് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ശോഭനാഥ് യാദവ് കണ്ടില്ലേ? യാദവ് ജിനെ. ഗുദ്സേ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജിനെ ലിഖി ഹെ. ഗുദ്സേ പ്യാർ എന്ന കവിത ശോഭനാഥ് യാദവ് ജി എഴുതിയതാണ്. ഗുദ്സേ പ്യാർ എന്ന കവിത. കവിത കാ മുഖ്യ ആശയ പ്യാർ ഹേ. കവിതയുടെ പ്രധാന ആശയം, പ്രധാന ആശയം പ്യാർ ഹേ, സ്നേഹമാണ്. കവി कहता है कि, കവി പറയുന്നു. കി എന്തെന്നാൽ. സൂരജ് അപ്പനി ഊർജ, സൂര്യൻ സ്വന്തം ഊർജവും. പേട് അപ്പന ഫൂൽ, മരം സ്വന്തം പൂക്കളും.
ബാദൽ അപ്പന പാനി, മേഘം സ്വന്തം വെള്ളവും, പ്രധാൻ കർക്കെ, പ്രദാനം ചെയ്തുകൊണ്ട് നൽകിക്കൊണ്ട്, ദുനിയാമേം ലോകത്തിൽ, ജീവൻ കെ ആധാർ ബൻതേ ഹെ, ജീവന്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്നു, ഹമേംബി നമ്മളും, ഹമേംബി നമ്മളും, ഗുദ്സേ പ്യാർ കർനാ ഹെ, സ്വയം സ്നേഹിക്കണം, ഗുദ്സേ പ്യാർ കർനാ ഹെ, സ്വയം സ്നേഹിക്കണം, അവർ സ്നേഹിക്കുകയും സ്വയം സ്നേഹിക്കുകയും, അപ്പനാ പ്യാർ സ്വന്തം സ്നേഹം, ദൂസരോ കോ ദേനാ ഹെ, മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മൾ സ്വയം സ്നേഹിക്കുകയും നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യണം. ഇസ് പ്രകാർ ഹമേം ദൂസരോ കി മദദ് കർണി ഹെ, ഇപ്രകാരം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. हम प्रकृति से प्यार का सबक सीखें और दूसरों की भलाई के लिए जिए. हम प्रकृति से प्यार का सबक सीखें. നമ്മൾ പ്രകൃതിയിൽ നിന്നും സ്നേഹത്തിന്റെ പാഠം പഠിക്കണം. ദൂസരോं की भलाई के लिए जिए, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഓക്കെ, മറ്റുള്ളവരിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ മനോഹരമായ ഒരു കവിതയാണ് ഗുദ്സേ പ്യാർ എന്ന കവിത. അതിൻ്റെ ആശയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് എഴുതിയത്. നിങ്ങളത് വായിച്ചിട്ട് പഠിക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതാൻ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഗുദ്സേ പ്യാർ എന്ന കവിതയിലെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ലാസ്റ്റ് വർക്കായിരുന്നു ഇത്. എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മീനിങ് ആണ്. അർത്ഥങ്ങൾ മാത്രമാണ് ഇനി നോക്കാനുള്ളത്. ഇതിൻ്റെ അർത്ഥങ്ങൾ മാത്രം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.